സമൂഹത്തെ മൊത്തത്തിൽ വെള്ളിമേഘങ്ങളാൽ പ്രഭാപൂരിതമാക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പിന്നിലൂടെ നിഴൽ രൂപങ്ങൾ തിരിഞ്ഞു മാറുന്നത് ഭാസ്കരൻ മാഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭാസ്കരൻ മാഷ് ഈ നാട്ടിലെ സാംസ്കാരിക മനസാക്ഷിയായിരുന്നു. ഇന്നത്തെ യുവാക്കളും മയക്കുമരുന്നും ഇത് ഇന്നത്തെ നഗരങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു, നമ്മുടെ വീടിനുള്ളിലേക്കും. വസുമതിക്കാണെങ്കിൽ ഇപ്പം എപ്പോഴും അസുഖമാണ്. അവൾക്ക് മരുന്ന് വാങ്ങണം. ഇന്ന് വൈകി. വസുമതിക്ക് അസുഖം, മക്കളുടെ പണം വേണ്ടെന്ന് വെച്ച ഒരു മനുഷ്യൻ. അവസാനം നിഴലുകൾ മുന്നിൽ നിന്നു. എൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും നിങ്ങൾക്കെതിരായിട്ടായിരുന്നില്ല, നിങ്ങളോടൊപ്പം കൂടിയതിനോട് ആണ് എനിക്കെതിരെ. നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? ആയിക്കൊള്ളൂ. മാഷെ, ഞങ്ങൾ കുറ്റവാളികളായി ജനിച്ചവരല്ല. പണം വന്നു, സൗകര്യങ്ങൾ വന്നു, രക്ഷയും വന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല മാഷെ, ഞങ്ങൾ കാരിയേഴ്സാണ്. ജയിലിൽ പോയാലും പുഷ്പം പോലെ പുറത്തെടുക്കുന്നവരുണ്ട്. അവർ നീതിയും ന്യായവും പറയുന്നവരാണ്. സമൂഹത്തെ മൊത്തത്തിൽ വെള്ളിമേഘങ്ങളാൽ പ്രഭാപൂരിതമാക്കും. നമ്മുടെ വീടുകൾ മാലാഖമാരുടെ താവളമാക്കണ്ടേ മാഷേ? ഇന്ന് കൈയടിച്ചവർ നാളെ മാഷിൻ്റെ മുഖത്ത് തുപ്പരുത്. അതിനുശേഷം അവർ പറഞ്ഞതൊന്നും ഭാസ്കരൻ മാഷ് കേട്ടില്ല. പിറ്റേ ദിവസം നാടുണർന്നത് ഒരു ദുരന്ത വാർത്തയോടെയാണ്. ഭാസ്കരൻ മാഷ് ആത്മഹത്യ ചെയ്തു. സമൂഹം ശുദ്ധിയാകുമ്പോൾ വീട്ടിലെ ഇരുട്ട് ആരും കാണില്ല.